എൻ്റെ പേര് നദീറ ഹനീഫ. മലപ്പുറം പുത്തനത്താണിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ചെമ്മീൻ കാന്താരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചെമ്മീൻ കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലും നെയ്യും മിക്സ് ചെയ്ത് ഉള്ളി വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സവാള വറുത്തെടുക്കാം. സവാള ഇപ്പോൾ വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി വറവായിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇനി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഇത് പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം. അത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്കുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ബിരിയാണി മസാലക്കുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 തക്കാളിയാണ് ഞാൻ ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് വഴറ്റി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരിത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ. ഇതിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒരിത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം കാന്താരി മുളകും ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കുറച്ച് മാഗ്നേറ്റ് വെക്കാം. മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഹലോ, ഹായ്, ശല്യപ്പെടുത്താൻ വന്നിട്ടുണ്ട്. ഹായ്. ഞാൻ കാന്താരി മുളക് കൊണ്ട് ചെമ്മീൻ ബിരിയാണി അയച്ചത്. കാന്താരി ബിരിയാണി. കാന്താരി പേരെന്താ പറയാ? കാന്താരി മുളക് കൊണ്ട് ചെമ്മീൻ ബിരിയാണി. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. എരിവിനും അതിൽ കാന്താരി മുളക്. ഓക്കെ. അപ്പോൾ നദീറ ഫ്രം മലപ്പുറം. ഞാനത് പരിചയപ്പെടുത്തിയ പിന്നെ ഞാൻ ചെറുതായിട്ട് അച്ചാറും സ്നാക്സ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഹോം ഷെഫ്. വീട്ടിലെപ്പോഴും പിന്നെ അത് എപ്പോഴും സ്നാക്സ് ഐറ്റംസ് ഓർഡർ ഉണ്ടാവും. എന്തൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്? അരിയപ്പം, കോഴിയട, ഉണ്ണിയപ്പം, കലത്തപ്പം, പിന്നെ നെയ്യപ്പം, ചിക്കൻ പോള, ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നില്ലേ? ചട്ടിപ്പത്തിരി കേട്ടിട്ട് അതൊക്കെ ഉണ്ടായി. സീസൺ തുടങ്ങേണ്ടി വരും. 2 മത്സരം പങ്കെടുത്ത് വിന്നറായിട്ടുണ്ട്. ഒരു ഫെസ്റ്റ് വന്നു, പര്യാവരം ഫെസ്റ്റ്. അപ്പം അന്ന് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്ന്. 15 വെറൈറ്റി ബിരിയാണി ആയിരുന്നു. പക്ഷെ അന്ന് മാഷാഅല്ലാഹ് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതാണ് അവിടുന്ന് അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു അതെ അതെ അപ്പം എൻ്റെ ഒരു നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് മനസ്സിലായി. അല്ലാതെ അതിൻ്റെ ശേഷം പിന്നെ അവർക്കൊക്കെ മനസ്സിലായി പങ്കെടുക്കാൻ പറ്റുന്ന മത്സരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ എല്ലാവരും പറയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചിൻ്റെ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താ ആ മണം എന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ ഹസ്ബൻഡ് എല്ലാം സപ്പോർട്ടാണ്. കൃഷ്ണനും കണ്ട ഒരുപാട് സന്തോഷം. അവരുടെ സീരിയലും സിനിമ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് കുറച്ച് വറുത്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഈ ചെമ്മീൻ കാന്താരി മുളകും ഉപ്പും ചെറുനാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചോറിൽ സൈഡ് ഡിഷായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മസാല റെഡി ആയിട്ടുണ്ട്. അരിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കുള്ള റൈസ് വറ്റിച്ചെടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് 2 ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത്തിരി സവാള ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം.
ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് അതിലേക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കഴുകി ഊറ്റിയ റൈസ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ചോറ് ബിരിയാണി ദമ്മിടാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. പൊരിച്ചുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ വീണ്ടും നമ്മളെത്തി നിങ്ങളുടെ ഫൈനൽ ദമ്മിട്ട് വെച്ചു. എത്ര നേരം ഇനി വെയിറ്റ് ചെയ്യണം? 15 മിനിറ്റ് ആണ്. 10-15 മിനിറ്റ് ആണ്. പ്രോൺസിന്റെ സ്റ്റോക്കിന്റെ മണം ദമ്മിന്റെ കൂടെ വരുന്നുണ്ട് അല്ലേ? നൈസ് നൈസ്, മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഹാപ്പിയാണോ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നു? ഹാപ്പിയാണ്. ആദ്യം തുടങ്ങിയപ്പോൾ ഒന്ന് ചൂടാവാൻ പറ്റില്ല. അപ്പോൾ അവർ ഇവിടുന്ന് ഒരു എക്സ്ട്രാ തന്നു. അപ്പോൾ ഇത് ചൂടാവണില്ല. ഇനി വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതൊരു പേടിയൊക്കെ മാറി. ഹാപ്പി ഹാപ്പി മതി, അത് കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിരിയാണി ദമ്മിട്ട് വിളമ്പാൻ പോകും കേട്ടോ.